കുറേ നാളായി ഐക്യൂറ ഫ്രൈ ചെയ്തിട്ട് എന്ന് ചോറിനോന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് അത് നടന്നുള്ളൂ. നല്ല ഐക്യൂറ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്ത് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. നിങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാം. എല്ലാവർക്കും ക്രേസി ഷെഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിജു മാത്യൂസ്. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പുതിയ വിഭവം ഫിഷ് ഫ്രൈ, ഐക്യൂറ ഫ്രൈ എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി നേരെ എങ്ങനെയാണ് ഐക്യൂറ ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടായ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, 1 ചെറുനാരങ്ങയുടെ നീര്, 1/2 ടീസ്പൂൺ കോൺഫ്ലവർ അല്ലെങ്കിൽ അരിപ്പൊടി. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞങ്ങൾക്കിവിടെ നല്ല തിക്കായിട്ടുള്ളൊരു മസാലയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇത്രയും തിക്നെസ് വേണ്ട. അപ്പോൾ നമുക്കിതൊന്ന് ഡൈല്യൂട്ട് ചെയ്യണം. അതിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളുടെ നല്ല തിക്കും അല്ല ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിയിൽ ഇതിൻ്റെ മസാല എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫിഷിലേക്ക് മാരിനേറ്റ് ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്നത് ഐക്കൂറയാണ്, ചെറിയ ഐക്കൂറ, നെയ്മീൻ എന്നും പറയും ഇതിന് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ നമുക്കിതെല്ലാം ഐക്കൂറ ഇതിനകത്തേക്ക് മാരിനേറ്റ് ചെയ്യാം. ഞങ്ങൾക്ക് കൈകൊണ്ട് ഓരോ ഫിഷും ഇത് മാരിനേറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഫിഷിലൊരിക്കലും തിക്കായിട്ട് മസാല വെക്കരുത്. അപ്പോൾ അത് കരിഞ്ഞു പോവും. ഒരു ചെറിയൊരു ലെയർ രീതിയിലാണ് നമ്മൾ മസാല വരട്ടേണ്ടത്. ഐക്യൂറ ഞാനിവിടെ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. മാരിനേറ്റ് ചെയ്ത ഫിഷ് നമുക്കിതൊരു ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ നമുക്കിത് റെസ്റ്റിന് വെക്കാം. അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് വരാം. 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് പുറത്തെടുത്തു. ഇനി നമുക്കിത് ഓരോന്ന് വറുത്തെടുക്കണം. നമ്മൾ മാരിനേറ്റ് ചെയ്ത ഐക്കൂറ മീൻ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് ഈ കൂടുതലായിട്ടുള്ള ഇത് നമുക്ക് ഇതുപോലെ തൂത്തെടുക്കാം. അല്ലെങ്കിൽ ആ മസാല അവിടെ നിന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് തൂത്തെടുക്കണം. 2 സൈഡിലും കൂടുതലായിട്ടുള്ള മസാലകൾ നമുക്ക് തൂത്തെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതുപോലെ എല്ലാ മീനിൻ്റെയും കൂടുതലായിട്ടുള്ള മസാലകൾ നമുക്ക് ഇങ്ങോട്ട് തൂത്തെടുക്കാം. നമ്മുടെ എല്ലാ ഫിഷിൻ്റെയും കൂടുതലുള്ള മസാലകളെല്ലാം തൂത്തെടുത്തു. നമുക്ക് ഇത് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. പാനിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് ഓയിൽ വേണേലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി. നമുക്ക് മീൻ എപ്പോഴും ഏറ്റവും ചെറിയ തീയിൽ വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ തീ ഏറ്റവും സിമ്മിലേക്ക് കുറയ്ക്കുകയാണ്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐക്യൂറ മീൻ നമുക്ക് ചേർത്ത് കൊടുക്കാം. നെയ്മീൻ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിന്ന് ഓരോന്നും മറിച്ചിട്ട് കൊടുക്കണം. എല്ലാ മീനും നമ്മൾ മറിച്ചിട്ടു. ഇനി നമുക്കൊരു 3-4 മിനിറ്റോടെ വെയിറ്റ് ചെയ്യാം. ഏകദേശം 3-5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഐക്യൂറ ഫ്രൈ ഇവിടെ റെഡിയാണ്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മൾ വളരെ എളുപ്പത്തിൽ ഐക്യൂറ ഫ്രൈ അല്ലെങ്കിൽ നെയ്മീൻ ഫ്രൈ ഇവിടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റോടെ നല്ല എളുപ്പത്തോടെ നമ്മളിവിടെ ഐക്യൂറ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് വീടുകളിൽ ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതെല്ലാം കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. വീണ്ടും വ്യത്യസ്തമായ നല്ലൊരു വിഭവമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.